കഥേമമ്മയിൽ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആധ്യാത്മിക പുരുഷന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനൊരു സ്ഥിരം ഒരു പ്രത്യേക സെഗ്മെൻറ്റ് പോലെ അത് കാണുന്ന താല്പര്യപ്പെടുന്ന കുറേ പ്രേക്ഷകരുമുണ്ട്. അവർ നിരന്തരം അത്തരം സംഗതികൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ നിരന്തരം നമുക്കൊരു ഭക്തിപ്രസ്ഥാനം പോലെ കൊണ്ടുപോകാൻ വേറെ എന്തെങ്കിലും സംഭവവികാസം വരുമ്പോൾ നമ്മൾ ഈ മൊസാദൊക്കെ ചെയ്യും, അത് മാറ്റി ചെയ്യും. അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഏത് ആചാര്യനെ കുറിച്ചാണ് പറയാനുള്ളത്? ഒരുപാട് ഈ ആധ്യാത്മിക പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ത്രൈലിംഗ സ്വാമികളെ പറ്റി ഒരു വലിയ മഹാനുഭാവനാണ് എന്നുള്ള മട്ടിൽ പരാമർശിച്ച് കാണാറുണ്ട്. അത് സ്വാമി വിവേകാനന്ദനെ പോലുള്ളവരും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പേര്, കാരണം ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ആത്മീയ പുരുഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥകളിൽ പൊതുവെ കാണുന്ന അദ്ദേഹം സമാധിയായത് 280 വയസ്സിലാണ്. 280 വയസ്സിലോ? അതായത് 1600, 1607 ഈ 2 വർഷങ്ങൾ, ഇതിലേതോ ഒരു വർഷം വിജയനഗര സാമ്രാജ്യം ഉള്ള കാലത്ത് അവിടെ ആണ് അദ്ദേഹം ജനിച്ചത്. ആന്ധ്രയിലെ കുംഭിലാപുരത്ത്. ആ സ്ഥലം ഇന്ന് കുമ്മിലി എന്നാണ് അറിയപ്പെടുന്നത്. പുഷ്പാതിരേഖ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ പൂർവാശ്രമത്തിലെ പേര് ശിവരാമ എന്നായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 280 വർഷം എന്ന് പറയുമ്പോൾ 1887 ഡിസംബർ 26 സമാധി. അത് കൃത്യമായിട്ടുള്ള കിട്ടുന്ന വർഷമാണ് 1887 ഡിസംബർ 26. ജനന വർഷത്തിനെയും ആയുസിനെ പറ്റിയൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ ആളുകൾ പറയുന്ന വർഷമാണിത്. 1529 ജനിച്ചു എന്ന് പറയുന്നവരും ഉണ്ട്. ഈ നരസിംഹറാവു അച്ഛൻ, വിദ്യാപതി ദേവി അമ്മ ശിവഭക്തരായിരുന്നു അവർ രണ്ടാളും. അച്ഛൻ 1647 40ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ, അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഈ അർദ്ധ സഹോദരൻ ശ്രീധരനെ ഏൽപ്പിച്ചു, ഈ ശിവരാമ. കാരണം ഇദ്ദേഹത്തിന് ആധ്യാത്മിക കാര്യങ്ങളിലാണ് താല്പര്യം. ഞാൻ ഇനി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏൽക്കുന്നില്ല, അത് നീ നോക്കിയാൽ മതി എന്ന് അർദ്ധ സഹോദരൻ ശ്രീധരനോട് പറഞ്ഞ് ആത്മീയ പാതയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിദ്യാവതി ദേവി അമ്മ അവർ പറഞ്ഞു അവരുടെ അച്ഛൻ്റെ പുനരവതാരമാണ് ഈ ശിവരാമ എന്ന് ശിവരാമ പറഞ്ഞു. കാരണം അച്ഛൻ, അതായത് ഈ ശിവരാമയുടെ മുത്തശ്ശൻ വിദ്യാവതി ദേവിയുടെ അമ്മ, അദ്ദേഹം മരണസമയത്ത് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് വിദ്യാവതി ദേവിയോട്, മകളോട്, എനിക്ക് നിൻ്റെ ഉദരത്തിൽ തന്നെ പുനർജന്മം വേണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശിവരാമയെ ഈ അമ്മ കരുതിയിരുന്നത് അവരുടെ അച്ഛൻ്റെ പുനരവതാരമായിട്ടാണ് കരുതിയിരുന്നത്. അപ്പം ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീയാണത്, നീ എൻ്റെ അച്ഛൻ തന്നെയാണ്, അച്ഛൻ പുനരവതരിച്ചതാണ്. അതുകൊണ്ട് അച്ഛനെ പോലെ തന്നെ കാളി സാധന, കാളിയെ പൂജിക്കുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കണം, അത് മനുഷ്യ സമൂഹത്തിന് ഗുണകരമാകണം എന്നും പറഞ്ഞിരുന്നു. അമ്മ തന്നെ കാളി മന്ത്ര ദീക്ഷ കൊടുത്തു മകന്. അടുത്തുള്ള കാളി ക്ഷേത്രത്തിലും പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോവും ദിവസവും. പക്ഷേ അമ്മയെ പിരിഞ്ഞിരിക്കില്ല, അമ്മയുടെ അടുത്ത് തന്നെ തിരിച്ചു വരും എവിടെ പോയാലും. രാത്രി ഒരിക്കലും അകന്നു പോയില്ല. 1669 അമ്മ മരിച്ചുപോയി. അപ്പോൾ ശിവരാമയ്ക്ക് 52 വയസ്സാണ്. ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചു അമ്മയുടെ. എന്നിട്ട് ഈ ചിതാഭസ്മത്തിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണ് നെറ്റിയിൽ തേക്കുക ഈ കാളി പൂജയൊക്കെ നടത്തുമ്പോൾ. പകലിരവ് കാളി സാധന തന്നെ, തീവ്ര സാധന എന്ന് പറയാം. അപ്പോൾ ഈ ശ്മശാനത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ വീട് ഈ അർദ്ധ സഹോദരൻ ശ്രീധരൻ ഉണ്ടാക്കി കൊടുത്തു, അവിടെ ഇരുന്ന് പൂജിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 20 കൊല്ലം കാളി പൂജ തന്നെയായിരുന്നു. ആ സമയത്താണ് ഒരു ഗുരു വരുന്നത്. ഈ നമ്മൾ ഈ ആത്മീയ കഥകളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഒരുപാട് തീവ്രമായി ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾക്ക് ഗുരുവിനെ കിട്ടുക. അതല്ലാതെ നമ്മൾ അന്വേഷിച്ച് നടന്നാലൊന്നും സംഭവിക്കുന്നതല്ലാതെ ഗുരു നമ്മളെ അന്വേഷിച്ച് വരികയാണെന്ന് പറയാം. അങ്ങനെ ഗുരു വന്നു.
പഞ്ചാബിൽ നിന്നാണ്. 1679 ഭഗീരാനന്ദ സരസ്വതി അദ്ദേഹം സന്യാസം കൊടുത്തു, ദീക്ഷ കൊടുത്തു. 1685 ഗണപതി സരസ്വതി എന്നായിരുന്നു പേര്. അത് കഴിഞ്ഞ് തീർത്ഥാടനം നടത്തി പ്രയാഗിൽ 1733 1737 137ാമത്തെ വയസ്സിൽ സ്ഥിരമായി വാരാണസിയിൽ താമസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ത്രൈലിംഗസ്വാമി എന്നറിയപ്പെടുന്നത്. ദശനാമി പരമ്പരയിലാണ്. 1887 സമാധി വരുന്നത്. അസിഘട്ട്, ഹനുമാൻ ഘട്ടിലെ വേദവ്യാസ ആശ്രമം, ദശാശ്വമേധഘട്ട് ഇവിടങ്ങളിലൊക്കെ താമസിച്ചിട്ടുണ്ട് പല കാലങ്ങളായിട്ട്. പലപ്പോഴും അതിൽ കൂടി തെരുവിൽ കൂടിയൊക്കെ നടക്കുന്നത് കാണാമായിരുന്നു. ഈ കുഞ്ഞിൻ്റെ നൈർമല്യത്തോടു കൂടിയാണ് പെരുമാറിയിരുന്നത്. ഗംഗയിൽ നീന്തുമായിരുന്നു. അതിനേക്കാൾ വിശേഷം ഗംഗയിൽ മണിക്കൂറുകളോളം പൊങ്ങിക്കിടക്കുമായിരുന്നു. മൗനിയായിരുന്നു മിക്കവാറും സമയം. ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു ബംഗാളി സിനിമ, ഈ ഫുൾ ഫീച്ചർ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. റോബർട്ട് ആർനെറ്റ് ഇദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വിശദീകരിച്ചിട്ടുണ്ട്. 140 കിലോ ഉണ്ടായിരുന്നു ഭാരം. അധികം ഭക്ഷണം കഴിക്കാതെ തന്നെ, ഭക്ഷണമൊക്കെ വളരെ അപൂർവമായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആളുകളുടെ മനസ്സ് ഒരു പുസ്തകം പോലെ തന്നെ വായിക്കുമായിരുന്നു. പിന്നെ വിഷം കുടിച്ചാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പോൾ ഇങ്ങേര് ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് കുമ്മായം കലക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറേ നാരങ്ങ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഈ ബക്കറ്റിലെ വെള്ളം അങ്ങനെ തന്നെ കുടിച്ചു എന്നാണ് ഇദ്ദേഹം. ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് അദ്ദേഹം അങ്ങനെ മരിച്ചു പോകാതിരുന്നല്ലോ. അപ്പോൾ കൂടിയിരുന്നവരോട് ഇദ്ദേഹം മരിക്കുന്ന കുറേ ആളുകൾ വിചാരിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭക്തർ അങ്ങനെയല്ല എന്നും വിചാരിച്ചിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ കർമ്മത്തിൻ്റെ നിയമം വിശദീകരിച്ചു കൂടി നിരുന്നവരോട്. അങ്ങനെയൊന്നും നമുക്കുള്ള സമയമുണ്ടല്ലോ, അപ്പോഴേ നമ്മൾ പോവുള്ളൂ, നമുക്ക് അല്ലാതെ ഒന്നും ഏൽക്കില്ല. തീർത്ഥാടകർ പലപ്പോഴും ഗംഗയിൽ ഇരിക്കുന്നതായിട്ട്, നദിയിൽ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപാട് ദിവസങ്ങൾ ഇരിക്കുന്നതുമൊക്കെ കാണാം. ചില സമയത്ത് തിരമാലകൾക്കടിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് കുറേ മണിക്കൂറുകൾ പോകുന്നതുമൊക്കെ കാണാമായിരുന്നു. പലപ്പോഴും നഗ്നനായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നഗ്നനായിട്ട് നടക്കുന്നത് ഈ സമൂഹത്തിന് ദോഷമല്ലേ, ഇൻഡീസൻസി അല്ലേ. അപ്പോൾ അങ്ങനെ പോലീസ് പിടിച്ചൊരിക്കുക ബ്രിട്ടീഷ് ഭരണകാലത്ത് ചൗക്ക് ടാന സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ലോക്കപ്പിലിട്ടു. അങ്ങനെ ലോക്കപ്പിലൊക്കെ ഇട്ടിട്ട് പോലീസുകാർ അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം നോക്കിയപ്പോൾ ലോക്കപ്പിൽ താഴൊക്കെ ഇട്ടിട്ടുണ്ട്, ആളില്ല ലോക്കപ്പിൻ്റെ അകത്ത്. നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കൂടി നടക്കുകയാണ് സ്വാമി. അപ്പോൾ അതിൻ്റെ മുകളിൽ നടക്കുന്നു. വീണ്ടും തടവിൽ പാർപ്പിച്ചു, പിടിച്ചുകൊണ്ടുവന്നിട്ട് രാത്രിയായപ്പോൾ വീണ്ടും ആളിനെ കാണാനില്ല, ലോക്കപ്പ് കാലി. പാലും തൈരും ഒക്കെയാണ് ആകെ കഴിച്ചിരുന്നത്. ആളുകൾ ആരെങ്കിലുമൊക്കെ കൊണ്ട കൊടുക്കുന്നത്, അല്ലാതെ പാചകം ചെയ്ത് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഈ ദേഹം വിടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. ഒരു മരപ്പെട്ടി തയ്യാറാക്കി വയ്ക്കാനായിട്ട് പറഞ്ഞിരുന്നു. ശവം ദഹിപ്പിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ശവദാഹം പാടില്ല. അസിഘട്ടിൽ നിന്ന് ജഡം വള്ളത്തിൽ കൊണ്ടുപോയി വരുണഘട്ടിൽ മുക്കണം എന്ന് പറഞ്ഞു. അത് പഞ്ചഗംഗാ ഘട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അത്രയും പറഞ്ഞ ശേഷം മുറിയിൽ പോയി ധ്യാനിക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവരൊരു മരപ്പെട്ടി തയ്യാറാക്കി വെച്ചിരുന്നല്ലോ. ഈ ധ്യാനിക്കാൻ പോയ ആൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മരപ്പെട്ടിയുടെ അകത്തുണ്ട് സമാധിയായിട്ട്. അത് കഴിഞ്ഞ് അവർ ഈ പറഞ്ഞ പോലെ ഡിസംബർ 26 അദ്ദേഹത്തിനെ ആ വരുണഘട്ടിൽ കൊണ്ടുപോയി ഈ പെട്ടി ഗംഗയിലേക്ക് ഒഴുക്കി. ഇപ്പോൾ ഈ പഞ്ച് ഗംഗാ ഘട്ടിൽ ത്രൈലിംഗസ്വാമി മഠം ഇപ്പോൾ ഉണ്ട്. കാശി പോകുമ്പോൾ മഠമുണ്ട്. അതിൻ്റെ അടുത്ത് അലംഗീർ മോസ്കും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.